അനധികൃത യൂബർ റാപ്പിഡോ ടാക്സി പിടികൂടി. ഓൺലൈൻ ആപ്പുകൾ വഴി ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു വരുത്തിയാണ് പ്രധാനമായും പിടികൂടിയത്. സ്വകാര്യ വാഹനങ്ങളിൽ അനധികൃത സവാരിക്ക് 1,11,000 രൂപ പിഴ ചുമത്തി മോട്ടോർ വാഹന വകുപ്പ്. എറണാകുളം RTO എൻഫോഴ്സ്മെന്റിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം, കാക്കനാട്, കളമശ്ശേരി ഇൻഫോ പാർക്ക് മേഖലകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ സ്വകാര്യ ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത ഇരുചക്ര വാഹനങ്ങൾ അനധികൃതമായി പെർമിറ്റില്ലാതെ ഓടിച്ച യാത്രക്കാരെ കയറ്റിക്കൊണ്ടുപോയ 36 വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു. സ്വകാര്യ ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി യാത്രക്കാരിൽ നിന്ന് നിരക്ക് ഈടാക്കി സർവീസ് നടത്തുന്നതാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. റാപ്പിഡോ, യൂബർ തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനുകൾ മുഖേന എന്ന പേരിൽ യാത്രക്കാരിൽ നിന്നും ബുക്കിംഗ് സ്വീകരിച്ചാണ് ഈ വാഹനങ്ങൾ സർവീസ് നടത്തിയതെന്നും പരിശോധനയിൽ വ്യക്തമായി. പരിശോധനയിൽ കണ്ടെത്തിയ 36 വാഹനങ്ങളിൽ 32 വാഹനങ്ങൾ റാപ്പിഡോ പ്ലാറ്റ്ഫോമിലൂടെയും 4 വാഹനങ്ങൾ യൂബർ പ്ലാറ്റ്ഫോമിലൂടെയും സർവീസ് നടത്തിവരുന്നതായാണ് കണ്ടെത്തിയത്. സ്വകാര്യ ആവശ്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഇത്തരം രീതിയിൽ യാത്രക്കാരെ കയറ്റി വാടക ഈടാക്കി സർവീസ് നടത്തിയാൽ നിയമപരമായ യാതൊരു അനുമതിയില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. പരിശോധനയ്ക്കിടെ ചില വാഹനങ്ങൾ സാധുവായ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതെയും മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയും സർവീസ് നടത്തുന്നതായും കണ്ടെത്തി. ഇത്തരത്തിലുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് യാത്രക്കിടെ അപകടങ്ങളുണ്ടായാൽ സാധാരണ വാടക വാഹനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് പരിരക്ഷയും മറ്റു നിയമപരമായ ആനുകൂല്യങ്ങളും ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടാക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ വാഹനങ്ങളെ വാണിജ്യാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും യാത്രക്കാരെ കയറ്റി നിരക്ക് ഈടാക്കി സർവീസ് നടത്താൻ താൽപര്യമുള്ള വാഹന ഉടമകൾ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ വിഭാഗത്തിൽ നിയമാനുസൃതമായി മാറ്റം വരുത്തി ആവശ്യമായ പെർമിറ്റ്, ഇൻഷുറൻസ്, ഫിറ്റ്നസ്, മലിനീകരണ നിയന്ത്രണ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ സർവീസ് നടത്താൻ പാടുള്ളൂവെന്നും എൻഫോഴ്സ്മെന്റ് വിഭാഗം അറിയിച്ചു. കാക്കനാട് ഇൻഫോ പാർക്ക്, കളമശ്ശേരി തുടങ്ങിയ വാണിജ്യ IT മേഖലകളിൽ ആപ്പ് അനിശ്ചിത യാത്രാ സേവനങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ച് അനധികൃതമായി പാസഞ്ചർ സർവീസ് നടത്തുന്നത് പരിശോധിക്കുന്നതിനായി വരും ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചു. മോട്ടോർ വാഹന നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുകയും റോഡ് സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് RTO ബിജു ഐസക്കിന്റെ നേതൃത്വത്തിൽ 4 MVമാരും 15 AMVമാരും ഉൾപ്പെടെ 5 സ്ക്വാഡുകളാക്കി തിരിച്ചായിരുന്നു പരിശോധന. ഇത്തരം പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി.